ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നിങ്ങളിതുപോലെ ലൈനിട്ട പേപ്പർ എടുക്കണം. ഇതുപോലെ ലൈനിട്ട നോട്ടിൽ നിന്നും നിങ്ങൾക്കിതുപോലെ പേപ്പർ എടുക്കാവുന്നതാണ്. എന്നിട്ട് മെഷീനിൽ നിങ്ങൾ നൂലൊന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. ബോബിനിൽ നൂലിടേണ്ട, അതുപോലെ തന്നെ മുകളിലൊന്നും നൂലിടാതെ തന്നെ ഇതിങ്ങനെ മെഷീനിൽ പുറത്ത് വെച്ചതിന് ശേഷം ആ ലൈനിൻ്റെ പുറത്തുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ആ ലൈനിൽ വരുന്ന രീതിക്ക് നിങ്ങൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നിങ്ങളതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ലൈനും നിങ്ങളിതുപോലെ തന്നെ ആ ലൈനിൻ്റെ പുറത്തുകൂടി വരുന്നതനുസരിച്ച് സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതുവരെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നിറച്ചിരിക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുള്ള ഭാഗം നമ്മൾ ഇപ്പുറത്ത് വശത്തും, ഈ നിറച്ചുള്ള ഭാഗം മെഷീനിൽ നിറച്ച് പ്ലേസ് ഉണ്ടാവുമല്ലോ ഇപ്പുറത്ത് വശത്ത്, ആ സൈഡിലുമാണ് നിങ്ങൾ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അത് തിരിച്ചിപ്പുറത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾ എല്ലാ ലൈനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് ഫുള്ളും നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് വന്നില്ലെങ്കിൽ നിങ്ങൾ 1-2 പേപ്പർ ഇതുപോലെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഒരിക്കുന്ന ആ വീലിനെ ഫ്രണ്ടിലോട്ട് കറക്കി വിട്ടതിന് ശേഷം അങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ബാക്കിലോട്ടൊന്നും തിരിഞ്ഞു പോകാൻ പാടില്ല. ആദ്യം നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു പോകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ആദ്യം ഫ്രണ്ടിലോട്ട് കറക്കി വിട്ട് അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മെഷീനിലുള്ള ആ ബെൽറ്റിനെ ഊരിയിട്ടതിന് ശേഷം നിങ്ങളൊന്ന് ആദ്യം നന്നായിട്ട് ചവിട്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് അത് കറങ്ങുന്ന രീതിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. മെഷീൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത് ബാക്കിലോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളത് കുറേ പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് വരും. ഇപ്പോൾ നമ്മളിതിൽ നൂലൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് സൂചി പൊട്ടി പോകുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട. കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.